കഴിഞ്ഞ 10 വർഷത്തെ ശ്രീ പിണറായി വിജയൻ്റെ ഭരണം കേരളത്തിൽ നടത്തിയ ജനവിരുദ്ധത, സ്വജനപക്ഷപാതം, അഴിമതി, ധൂർത്ത്, ധാർഷ്ട്യം ഇതിൻ്റെ പരിണിത ഫലമാണ് UDFന് കേരള ജനത സമ്മാനിച്ച 102 MLAമാരുടെ തിളക്കമാർന്ന വിജയം. ഈ വിജയത്തിനു വേണ്ടി കഴിഞ്ഞ കുറേ കാലമായി UDFൻ്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ടീം UDF എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടിയാണ് പ്രവർത്തിച്ചത്. ടീം UDF എന്ന് പറയുമ്പോൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നായി ഒരേ ചിന്തയ്ക്ക് വേണ്ടി, ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു. ആ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമാണ് UDFനുണ്ടായ ഉജ്ജ്വലമായ വിജയം. ആ വിജയത്തിന് ശേഷം 63 MLAമാരുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക്. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും, പാർലമെൻ്റ് ആണെങ്കിൽ MPമാരുടെ യോഗം വിളിച്ചു കൂട്ടും, അതല്ല അസംബ്ലി ആണെങ്കിൽ MLAമാരുടെ യോഗം വിളിച്ചു കൂട്ടും. ഹൈക്കമാൻഡ് ചില പ്രതിനിധികളെ ഇവിടെ അയച്ചു. അത് പഴയ കേരളത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന മുകുൾ വാസ്നിക്കും അതുപോലെ തന്നെ AICCയുടെ ട്രഷററായ വ്യക്തിയുമാണ് ഇവിടെ വന്നത്. അവർ MLAമാരുടെ യോഗം വിളിച്ചു കൂട്ടി. ആ യോഗം യുനാനിമസായ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തെ അവതരിപ്പിച്ചത് KPC പ്രസിഡൻ്റാണ്, പിന്താങ്ങിയത് പ്രതിപക്ഷ നേതാവാണ്. കോൺഗ്രസ് പ്രസിഡൻറ്റിന് കേരളത്തിലെ പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ടാണ് തീരുമാനമെടുത്തത്. അതിനുശേഷം ഒറ്റയ്ക്കൊറ്റയ്ക്ക് 63 MLAമാരെയും കണ്ടു. ആ 63 MLAമാരുടെയും ഒറ്റയ്ക്കുള്ള അഭിപ്രായം അവരാരാഞ്ഞു. പുറത്തു വരുന്ന കണക്കുകളനുസരിച്ച് ഇപ്പോൾ കോൺഗ്രസ്സിന് 100 MLAമാരുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഒരാൾ പറയുന്നു 45 MLAമാരുടെ പിന്തുണയുണ്ട്, വേറൊരാൾ പറയുന്നു 23 MLAമാരുടെ പിന്തുണയുണ്ട്, മറ്റൊരാൾ പറയുന്നു 23 MLAമാരുടെ പിന്തുണയുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഏതാണ്ട് 100-നടുത്ത് MLAമാർ കോൺഗ്രസ്സിനുണ്ടെന്ന് കേൾക്കുന്നവർക്ക് തോന്നിപ്പോകും. ഈ MLAമാർ ആർക്കനുകൂലമായിട്ടാണ്, അവരെന്ത് അഭിപ്രായമാണ് പറഞ്ഞതെന്നുള്ളത് ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവം ശ്രമം നടത്തുന്ന എല്ലാവർക്കും അറിയാം. ഓരോരുത്തർക്കും എത്ര MLAമാർ അനുകൂലമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഇനി പാർട്ടി ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. കേരളത്തിലെ ടീം UDFനെ നയിച്ച ശ്രീ VD സതീശനൊരു ക്ലെയിം ഉണ്ട്. പ്രതിപക്ഷ നേതാവായി 5 വർഷക്കാലം പ്രവർത്തിച്ച് പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തി ഭൂരിപക്ഷമുണ്ടായിട്ടും പ്രതിപക്ഷ സ്ഥാനം നഷ്ടപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ക്ലെയിമുണ്ട്. ഇവിടെ പാർലമെൻറ്റിൽ കാസർഗോഡ് മത്സരിച്ച് പരാജയപ്പെട്ട് ആലപ്പുഴയിൽ MLA ആയി, മന്ത്രിയായി, MP ആയി, കേന്ദ്രമന്ത്രിയായി, ഇന്ന് KSUവിൻ്റെ പ്രസിഡൻറ്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും ഒക്കെ ആയി, ഇന്ന് സംഘടനാ ചുമതല വഹിക്കുന്ന KC വേണുഗോപാലിനും ഒരു ക്ലെയിമുണ്ട്. ഈ ക്ലെയിമിന് വേണ്ടി അവർക്ക് അവസാന ശ്വാസം വരെ പൊരുതാം, യാതൊരു തർക്കവുമില്ല. ശ്രീ VD സതീശന് അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ നിരത്താം, അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും നിരത്താം, ശ്രീ KC വേണുഗോപാലിനും നിരത്താം. ഇതിപ്പോൾ ടീം UDF എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, ടീം UDF എന്ന് പറയുമ്പോൾ അതിനകത്ത് കോൺഗ്രസ് മാത്രമല്ല, മുസ്ലിം ലീഗുണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, അതുപോലെ തന്നെ RSP ഉണ്ട്, CMB ഉണ്ട്, മറ്റ് ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ട്. ഒറ്റ MLAമാരുള്ള അനൂപ് ജേക്കബ് അടക്കമുണ്ട്. അപ്പോൾ ടീം UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരതിൽപ്പെടും. ശ്രീ VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, ശ്രീ KC വേണുഗോപാലുണ്ട്, KPC പ്രസിഡൻ്റുണ്ട്, കോൺഗ്രസിന് 14 DCC പ്രസിഡന്റുമാരുണ്ട്, KPC ഭാരകളുണ്ട്. ഇവരെല്ലാം കോൺഗ്രസിൻ്റെ ടീമിൽപ്പെടുന്ന ആളുകളാണ്.
അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ടീമിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, PMA സലാമുണ്ട്, ET മുഹമ്മദ് ബഷീറുണ്ട്. അതുപോലെ അവരുടെ ഒരു ടീമുണ്ട്, അവരുടെ നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട്, പ്രവർത്തകരുണ്ട്. അതാണ് അവരുടെ ടീം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം ടീം ചേരുമ്പോഴാണ് ടീം UDF എന്ന് പറയുന്നത്. ആ UDFിൻ്റെ ഉജ്ജ്വലമായ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായിരിക്കുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളെക്കുറിച്ചെല്ലാം ഒരക്ഷരം പോലും പറയാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഹൈക്കമാൻഡ് നമുക്കറിയാം, എറണാകുളം മേയറാകാൻ വേണ്ടി ദീപ്തി മേരി വർഗീസ് ശ്രമിച്ചപ്പോൾ അവിടെ കൗൺസിലർമാരുടെ ഒരു ഭൂരിപക്ഷം കൗണ്ട് ചെയ്യപ്പെട്ടു. അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്കൊരു സേ ഉണ്ട്. പക്ഷേ MLA-മാരുടെ മാത്രം പോരല്ലോ. ഇവിടെ ഒരു നേതാവ് ചോദിച്ചു, കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ലീഗിന് ഇടപെടാൻ എന്താ അവകാശമൊന്നും? അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. അത് ചോദിക്കാൻ അയാൾക്ക് എന്താ അവകാശം? നമുക്കറിയാം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നാണ് ജയിച്ചത്. ഇന്ന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ MP-യാണ്. ഞാൻ കാസർഗോട്ടെ MP-യാണ്. സുധാകരൻ കണ്ണൂർ MP-യാണ്. ഷാഫി പറമ്പിൽ വടകര MP-യാണ്. ശ്രീ അനിൽകുമാർ വണ്ടൂർ MLA-ആണ്. ഞങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ലീഗിന് അഭിപ്രായം പറയാൻ പറ്റില്ലെന്നുള്ളത്? കാരണം ലീഗ് UDFിൻ്റെ ടീമിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്, അവർക്കത് പറയാം. രഹസ്യമായും പറയാം, പരസ്യമായും പറയാം. അതൊക്കെ പറയാനുള്ള അവകാശം അവർക്കുണ്ട്. മാത്രമല്ല, UDF അധികാരത്തിലേക്ക് വരാൻ പോകുന്നത് ഒരുപാട് സാമൂഹ്യ സംഘടനകളുണ്ട്, അതുപോലെ ഒരുപാട് പിതാക്കന്മാരുണ്ട്, ക്രൈസ്തവ സഭകളുണ്ട്, അതുതന്നെ ലീഗ് കൂടാതെ മുസ്ലിമിന് ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. എല്ലാ ന്യൂനപക്ഷങ്ങളും ഒറ്റക്കെട്ടായി UDFിനെ സഹായിച്ചുകൊണ്ടാണ്, അത് ക്രൈസ്തവ വിഭാഗമായാലും കൊള്ളാം, മുസ്ലിം വിഭാഗമായാലും കൊള്ളാം, അവരെല്ലാം സഹായിച്ചുകൊണ്ടാണ് UDFിന് ഈ ഭൂരിപക്ഷം കിട്ടിയത്. അതുകൊണ്ട് അവർക്കൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ രഹസ്യമായും പരസ്യമായും പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അതിനുള്ള അവകാശമില്ലേ? ഈ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തിയത് UDFിനുള്ള പ്രേമം കൊണ്ടല്ല, നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ട്. നിങ്ങളും UDFിനെ ഒരുപാട് സഹായിച്ചില്ലേ? നിങ്ങളിൽ പലർക്കും രാഷ്ട്രീയമല്ലേ? ചാനലുകൾക്കും ചാനലിലെ പ്രവർത്തകന്മാർക്കും അഭിപ്രായമുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണ്ടേ? അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കാ കഴിയുക? അപ്പോൾ സ്വാഭാവികമായി കേരളത്തിൽ UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച മുഴുവൻ ആളുകൾക്കും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ആരെങ്കിലും ഉപയോഗിക്കുമ്പോൾ അസഹിഷ്ണുത കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് അസഹിഷ്ണുത കാണിക്കുന്ന ആളുകളുടെ പാരമ്പര്യമൊക്കെ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഇതിനകത്ത് ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അഭിപ്രായം പറയുന്നവനെ കൊച്ചാക്കുന്ന ഒരു പ്രവണതയൊന്നും ശരിയല്ല, അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ 3 നേതാക്കന്മാരും ഡൽഹിക്ക് പോയിട്ടുണ്ട്. ഡൽഹി പോയി അവർ കോൺഗ്രസ് പ്രസിഡന്റിനെ കാണുന്നുണ്ട്, രാഹുൽ ഗാന്ധിയെ കാണുന്നുണ്ട്, സോണിയാഗാന്ധിയെ കാണുന്നുണ്ട്. അവർക്കതിനുള്ള അവകാശമുണ്ട്. ഓരോരുത്തരും അവരവർക്ക് വേണ്ടി വാദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, ബാധ്യതയുള്ളവരാണ്. കാര്യങ്ങൾ സോണിയാഗാന്ധിയെ ബോധ്യപ്പെടുത്തി, മല്ലികാർജുന ഖാർഗെയെ ബോധ്യപ്പെടുത്തി, രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തി. അവരവരുടെ കാര്യം സാധിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ഒരു അപാകതയുമില്ല. അതിനവർക്കുള്ള അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതൊരു പാർട്ടിയാണ്, ഇതൊരു സംഘടനയാണ്. സംഘടനയ്ക്ക് ചില ചട്ടക്കൂടുകളൊക്കെ ഉണ്ടല്ലോ. VD സതീശൻ കേരളത്തിൽ കോൺഗ്രസ്സുകാരുടെ അനിഷേധ്യനായ നേതാവാണ്. രമേശ് ചെന്നിത്തല കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ അനിഷേധ്യനായ നേതാവാണ്. അതുപോലെ തന്നെ ഇന്ന് ദേശീയ തലത്തിൽ സംഘടനാ ചുമതല വഹിക്കുന്ന KC വേണുഗോപാലും കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ അനിഷേധ്യനായ നേതാവാണ്. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം അല്ല ഇന്നലെ നമ്മൾ കണ്ടത്. ഇന്നലെ തിരുവനന്തപുരത്ത് കണ്ടത്
ഒരിക്കലും ഒരു കോൺഗ്രസ് പ്രവർത്തകനും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. വി.ഡി. സതീശൻ്റെ പ്ലക്കാർഡുകൾ ഉയർത്തി, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പ്ലക്കാർഡ് കൊടുത്തി, വേണുഗോപാലിൻ്റെ പ്ലക്കാർഡ് കൊടുത്തി സിന്ദാബാദ് വിളിക്കാനും അവർക്ക് വേണ്ടി പ്രകടനം നടത്താനും ഒന്നും തയ്യാറാകുന്നതിലൊന്നും ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷേ പ്രകടനം നടത്തുന്ന ആളുകൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ സംഘടനാ മര്യാദകൾ പാലിക്കണം. നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്ത് പ്രകടനം നടത്തിയ ആളുകൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറി. മാത്രമല്ല, ഫ്ലെക്സിനകത്ത് കേരളത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്തൊരു നേതാവിൻ്റെ ചിത്രം കൂടി ഉണ്ടായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടിയുടെ. ഞാൻ ചോദിക്കട്ടെ, സീറ്റ് കിട്ടാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിച്ചവരെ ഞാൻ കണ്ടല്ലോ. സീറ്റ് കിട്ടിക്കഴിഞ്ഞ് ജയിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി അടുത്ത് പോയി ആ ശവകുടീരത്തിൽ കണ്ണീരൊഴുക്കുന്ന ഞാൻ കണ്ടു. ജയിച്ചു കഴിഞ്ഞ് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വീണ്ടും അവിടെ പോയവരുണ്ട്. ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറി ചന്നം ചിഹ്നമാക്കിയിട്ട് ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഇന്ന് MLA-മാരായിട്ടുള്ള പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഒരക്ഷരം മിണ്ടിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. സോളാറിൻ്റെ കാലത്ത് പോലും രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഉമ്മൻചാണ്ടിയെ പ്രൊട്ടക്ട് ചെയ്തത്. അന്ന് സിദ്ദിഖ് എൻ്റെ ഓടൊപ്പം ഉണ്ടായിരുന്നു. അത് മറിയാമ്മയോട് ചോദിച്ചാൽ പറയും, ചാണ്ടിയുമ്മനോട് ചോദിച്ചാൽ പറയും. അന്നും എല്ലാവരും കള്ളക്കളിയാണ് കളിച്ചത്. കാരണം ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാനിറങ്ങിയാൽ തങ്ങളുടെ ഇമേജ് തകർന്നു വീഴുമോ എന്നുള്ള പേടി കൊണ്ട് അവർ കെട്ടിപ്പടുത്ത ഇമേജ് തകരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒളിച്ചു കളിച്ചു. അന്ന് ആ വിഴുപ്പ് ഭാണ്ഡം ചുവക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായിരുന്നു. ഞാൻ ഉമ്മൻചാണ്ടിയുടെ ആളല്ല, പക്ഷെ അന്ന് ഞാൻ ന്യായത്തോടൊപ്പം നിന്നു. അതുപോലെ തന്നെ അത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ എപ്പോഴും പറയും, അന്ന് ഞങ്ങളുടെ ഒരു ക്രൈസിസ് വന്ന കാലത്ത് രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഞങ്ങളോടൊപ്പം നിന്നത്. ചാണ്ടിയുമ്മനും പറയും, ആ കുടുംബത്തിലെ എല്ലാവരും പറയും. അതാരെയും ബോധ്യപ്പെടുത്താനല്ല ഞാൻ ചെയ്തത്. കാരണം ഉമ്മൻചാണ്ടി തെറ്റു ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ കൊടുക്കാനും അദ്ദേഹത്തെ അപമാനിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനുമാണ് ശ്രമിച്ചത്. ഇന്നലെ കെ.സി. വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ അയാളുടെ ഒരു ഔദാര്യവും പറ്റിയിട്ടില്ല, ഒരു ഔദാര്യം ഒട്ട് പ്രതീക്ഷിക്കുന്നുമില്ല. എനിക്കൊരു ചുക്കും അയാൾ ചെയ്തു തന്നിട്ടില്ല. പക്ഷേ അയാൾ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി അല്ലേ? അയാളെ നമുക്ക് എഴുതി തള്ളാൻ പറ്റുമോ? വി.ഡി. സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ അനുകൂലമായി ജാഥ നടത്താൻ അവകാശത്തെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ പിണറായി വിജയൻ്റെ ഫ്ലെക്സ് അല്ല നിങ്ങൾ വലിച്ചു കീറിയത്. നിങ്ങൾ വലിച്ചു കീറിയ ഗോവിന്ദൻ മാസ്റ്റർ ഫ്ലെക്സ് അല്ല. കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതല വഹിക്കുന്ന, കേരളത്തിൽ നിരവധി വർഷക്കാലമായി ഫീൽഡുള്ള ഒരു നേതാവിൻ്റെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറുന്നു. അതിനകത്ത് ഉമ്മൻചാണ്ടി കൊണ്ട് ഉമ്മൻചാണ്ടിയും ചവിട്ടി കൂട്ടി ചുരുട്ടി എടുത്ത് ദൂരെ കളഞ്ഞു. ആ പ്രവൃത്തി ആരാണോ ചെയ്തത് അവന്മാരെ കോൺഗ്രസ്സായി കാണാൻ പറ്റില്ല.